അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെസൺ എന്റെ ഭാഷ. എന്താണ് പാഠത്തിന്റെ പേര്? എന്റെ ഭാഷ. ഓക്കെ, എന്റെ ഭാഷ. എന്റെ ഭാഷ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിലാവുന്നത്? എന്റെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയെ കുറിച്ചാണ് അല്ലേ ഇതിൽ പറയുന്നത്? മാതൃഭാഷയെ കുറിച്ചാണ്. അപ്പൊ ഇത് ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചാണ് മിസ് പറഞ്ഞത്. ഇപ്പോ ശബ്ദസുന്ദരനായ മഹാകവിയാണ് അദ്ദേഹം. ശബ്ദസുന്ദരനായ മഹാകവി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെയോ 1878 ഒക്ടോബർ 16 ജനിച്ചു. 1878 ഒക്ടോബർ 16 ജനിച്ചു. സാഹിത്യമഞ്ജരി, ചിത്രയോഗം, മഹാകാവ്യം, മഗ്ദലന മറിയം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും എന്നിങ്ങനെ നിരവധി കൃതികളുടെ കർത്താവാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതുകൊണ്ട് കേരള വാൽമീകി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ആധുനിക കവിത്രയത്തിൽ ഒരാളായ ഈ കവിവര്യൻ 1958 മാർച്ച് 13 അന്തരിച്ചു. അപ്പൊ ആധുനിക കവിത്രയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പൊ വള്ളത്തോൾ നാരായണ മേനോന്റെയാണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ എന്റെ ഭാഷ എന്ന കവിത. ഓക്കെ, അപ്പൊ എന്റെ ഭാഷ എന്ന കവിത ഒന്ന് മിസ് പാടാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം എല്ലാവരും. ബുക്കില്ലവര് ബുക്കിൽ നോക്കിയിരുന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നും. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷ താൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷ താൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഓക്കെ, ഈ കവിതയില് എന്താ പറയുന്നത്? മാതൃഭാഷയുടെ മഹത്വത്തെ പറ്റിയാണ് കവി പറയുന്നത് അല്ലേ? മാതൃഭാഷ ഏതാന്നറിയോ? നമ്മുടെ മാതൃഭാഷ ഏതാ? ആര് പറയും? ഓക്കെ, എയ്ബലാണോ? ഓക്കെ, എയ്ബൽ, ഏതാണ് നമ്മുടെ മാതൃഭാഷ? പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്നത്, ഓക്കെ എഡ്വിൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടു. ഓക്കെ, അപ്പോ ഇതിൽ നമ്മളോട് പറയുന്നത് മാതൃഭാഷയായ നമ്മുടേത് മാതൃഭാഷ മലയാളമാണ് അല്ലെ? അപ്പൊ മലയാളത്തെ മാതൃഭാഷയുടെ മഹത്വത്തെ പറ്റിയാണ് കവി ഈ എന്റെ ഭാഷ എന്ന കവിതയിൽ പറയുന്നത്. അപ്പൊ മാതൃഭാഷയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം നമ്മുടേത് മലയാളമാണ് അല്ലെ? അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം. എയ്ബൽ പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. എന്താണ് ആദ്യമായി ഏതക്ഷരാണ് സമ്മേളിച്ചിടുന്നത് എന്നാ പറഞ്ഞേ? അമ്മയെന്നുള്ള രണ്ടക്ഷരം. അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം കുഞ്ഞു പറഞ്ഞ ഏതാണ്? ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെ? കുഞ്ഞുങ്ങൾ എന്താ ആദ്യമായിട്ട് അവരുടെ നാവിൻ തുമ്പിൽ എന്താ വരുക? അമ്മ എന്നാണ് വിളിക്കാൻ തുടങ്ങുക അല്ലെ? അപ്പോ മാതൃഭാഷയിലാണ്. അപ്പൊ മാതൃഭാഷയുടെ മഹത്വത്തെ പറയുമ്പോ അപ്പൊ നമ്മുടെ അമ്മയുടെ പേരാണ് നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് അല്ലെ? അമ്മ എന്നുള്ള അമ്മേ എന്നായിരിക്കും ആദ്യം, അല്ലെങ്കിൽ ഉമ്മ എന്നായിരിക്കും വിളിക്കുക അല്ലെ ആദ്യം. അപ്പോ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം
ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ വരികള്? ശ്രദ്ധിക്കണം. അപ്പോ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി എന്ന് പറയുമ്പോ എന്താ? ചെറിയ കുട്ടികളുടെ നാവിൻ തുമ്പിൽ ആദ്യം വരുന്ന എന്താ? അമ്മ എന്നല്ലേ വിളിക്കുക അല്ലേ? ഓക്കെ, അപ്പോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി കവി പറയുന്നു അല്ലേ? അപ്പൊ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷതാൽ. മറ്റുള്ള ഭാഷകള് കേവലം ധാത്രിമാരാണ്. ധാത്രിമാർ എന്ന് പറഞ്ഞാൽ ആരാ? ധാത്രി വളർത്തമ്മയാണ് അല്ലേ? അപ്പൊ വളർത്തമ്മയെ പോലെയാണ് ആര്? മറ്റുള്ള ഭാഷകള്. അപ്പൊ നമുക്ക് മാതൃഭാഷ നമ്മുടെ സ്വന്തം പെറ്റമ്മയെ പോലെയും അന്യഭാഷകളെ, അതായത് മറ്റുള്ള ഭാഷകളെ എന്താ പറയുന്നത്? പോറ്റമ്മയായിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ? വളർത്തമ്മയായിട്ടാണ് പറയുന്നത്. അപ്പോ ആ വരികളിൽ എന്താ അർത്ഥം വരുന്നത്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. ധാത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിസൺ ഹിയർ ഏഞ്ചൽ. ഓക്കെ, ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മ. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഷ, അതായത് മാതൃഭാഷ നമുക്ക് പെറ്റമ്മയെ പോലെയും, നമ്മളെ സ്വന്തം പ്രസവിച്ച അമ്മ, അതാണ് പെറ്റമ്മ അല്ലെ? അപ്പൊ പെറ്റമ്മയെ പോലെയും അന്യഭാഷകള് ഏതുപോലെയാണ്? വളർത്തമ്മയെ പോലെയാണെന്നാണ് പറയുന്നത് അല്ലെ? പിന്നെന്താ പറയുന്നത്? മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ. ദുഗ്ധം എന്ന് പറഞ്ഞാൽ എന്താ? പാല്. ആദ്യം തന്നെ ചുണ്ടുമേൽ അമ്മിഞ്ഞ പാല് പറഞ്ഞ മുലപ്പാലാണ് അല്ലെ? ആദ്യത്തെ വരികളിൽ പറയുന്നുണ്ട് നമ്മുടെ അമ്മിഞ്ഞ പാലോടൊപ്പം, നമ്മൾ ആദ്യം കഴിക്കുന്ന അമ്മിഞ്ഞ പാലോടൊപ്പം തന്നെ അമ്മയെയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അല്ലെ കുട്ടികള്? ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇപ്പോ മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. അപ്പൊ കുട്ടികള് കുട്ടികൾ എങ്ങനെയാ വളർച്ച നേടുന്നത്? അമ്മയുടെ മുലപ്പാല് കഴിച്ചിട്ടാണ് അല്ലെ? പാല് കുടിച്ചിട്ടാണ് അല്ലെ? ഓക്കെ, അപ്പൊ മാതാവിന്റെ വാത്സല്യ ദുഗ്ധം, അമ്മിഞ്ഞപ്പാലിനെ പറയാണ് മാതാവിന്റെ വാത്സല്യ ദുഗ്ധം എന്ന് പറഞ്ഞാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അല്ലെ? പൈതങ്ങൾ. ഓക്കെ, അർത്ഥങ്ങള് മനസ്സിലാക്കണേ. പൈതങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ, ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാൽ, ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മ. ഓക്കെ, പിന്നെന്താ? അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതവും അമൃതായി തോന്നൂ. അപ്പൊ അമ്മയുടെ കൈ കൊണ്ട് വിളമ്പി തരുന്ന ഒരു പ്രത്യേക രസമാണ് അല്ലെ? നമ്മൾ സ്വന്തം കഴിക്കുന്നതും അമ്മ വിളമ്പി തരുന്നതായാൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? അമ്മ വിളമ്പി തരുന്നതല്ലേ? അപ്പൊ അമ്മ വിളമ്പി തരുമ്പോ ഏതിനും എന്തൊരു രസം ഉണ്ടാവും അല്ലെ? വല്ലാത്തൊരു രുചിയായിരിക്കും. അമ്മ വിളമ്പി നമുക്കത് സ്നേഹത്തോടെ പകർന്നു തരുമ്പോ നമുക്ക് വല്ലാത്തൊരു രുചി അനുഭവപ്പെടും അല്ലെ അതിന്? അങ്ങനെയല്ലേ? അല്ലേ റുവൈസേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഓക്കെ, അപ്പൊ എന്താണ്? അമ്മ തരുന്നതിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഉണ്ടാവുക അല്ലെ? ഓക്കെ, അപ്പൊ അമ്മയുടെ സ്നേഹം നുകർന്നിട്ട് കിട്ടുന്നതാണ് അല്ലെ അത്? ഓക്കെ, അമ്മയുടെ കയ്യാൽ വിളമ്പി തരുമ്പോഴേ മക്കൾക്ക് എന്തോ അമൃതായി തോന്നും അല്ലെ? അപ്പൊ ആ മക്കൾക്ക് അമ്മയുടെ കൈ കൊണ്ട് തരുന്നതിന് ഒരു പ്രത്യേക എന്താ റിഹാൻ? ഇത് നമ്മ കഴിഞ്ഞ പഠിച്ചതാണ്. ഇത് നമ്മ കഴിഞ്ഞ പഠിച്ച പാട്ടാണ്. ഒന്നും കേക്കുന്നില്ലടാ. മിസ്സേ ഇത് കഴിഞ്ഞ പഠിച്ച പാട്ടാണ്. മിസ്സേ ഒന്നും കേക്കുന്നില്ല. മിസ്സേ ഒന്നും കേക്കുന്നില്ല. മിസ്സേ മിസ് മ്യൂട്ടാ.
ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇത്രയും സമയം കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? കുറച്ചു മുമ്പ് കട്ടായി. അപ്പോ എന്റെ ഭാഷ എന്ന കവിതയില് മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അപ്പൊ അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ് ആദ്യമായി ചെറിയ കുഞ്ഞിന്റെ വായിൽ സമ്മേളിക്കുന്നത്, വരുന്നത് അല്ലെ വായില്. ഓക്കെ, അപ്പൊ അമ്മ എന്നാണ് ആദ്യമായി കുട്ടികള് വിളിക്കുന്നത് അല്ലെ, അമ്മയാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്നാ പറയുന്നത്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മർത്യന് പെറ്റമ്മയായിട്ട് നമ്മളെ പ്രസവിച്ച അമ്മയായിട്ട് എന്താ തോന്നുന്നത്? തൻ ഭാഷയാണ്, മാതൃഭാഷയാണ് അല്ലെ. അപ്പൊ മറ്റുള്ള ഭാഷകൾ എന്നാ തോന്നുന്നത്? പോറ്റമ്മയായിട്ട്, ധാത്രിമാറാണ് അല്ലെ. ധാത്രി എന്ന് പറഞ്ഞ വളർത്തമ്മ. ഓക്കെ, വളർത്തമ്മേനെയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ എല്ലാവർക്കും, അറിയില്ലേ? ഓക്കെ, നമ്മുടെ സ്വന്തം അമ്മ, പ്രസവിച്ച അമ്മയാണ് ആര്? പെറ്റമ്മ. ഓക്കെ, അതുപോലെയാണ് മാതൃഭാഷ. ഓക്കെ, അപ്പോ പിന്നെ എന്താ പറയുന്നത്? അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നും. അപ്പൊ അമ്മയുടെ കൈകൊണ്ട് നമുക്ക് കിട്ടുമ്പോ എന്ത് തോന്നും? നമുക്ക് വല്ലാത്തൊരു രുചിയാണല്ലേ. ഓക്കെ, അപ്പൊ അമ്മ വിളമ്പിത്തരുന്നതിന് നമുക്കൊരു പ്രത്യേക രസമുണ്ട് അല്ലെ, ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലെ. നമ്മൾ സ്വന്തം കഴിക്കുന്നതിനെക്കാളും അമ്മ നമുക്ക് സ്നേഹത്തോടെ പകർന്നു തരും അല്ലെ ഭക്ഷണം. വല്ലാത്തൊരു സ്നേഹമായിരിക്കും അമ്മക്ക്. അതുകൊണ്ട് അമ്മ തരുമ്പോ നമുക്ക് അതിനൊരു നല്ല രുചിയായി തോന്നും അല്ലെ. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയേണമെങ്കിൽ. കൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് അല്ലെ, നമ്മുടെ മനസ്സാണ് കൃത്ത്. ഓക്കെ, എഡ്വിൻ എന്താ എഡ്വിൻ പറയുന്നത്? എഡ്വിൻ ക്ലിയർ ആവുന്നില്ലേ എഡ്വിന്? ഓക്കെ, അപ്പൊ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയണമെങ്കിൽ. കൃത്ത് പറഞ്ഞ മനസ്സ് അല്ലെ, നോട്ട് ചെയ്യണേ അർത്ഥം. കൃത്ത് എന്ന് പറഞ്ഞ മനസ്സ്. അപ്പോ മനസ്സിൽ നമുക്ക് പതിയണമെങ്കിൽ നമ്മൾ എന്ത് ഭാഷയിൽ കേൾക്കണത്? മാതൃഭാഷയിൽ കേട്ടുകഴിഞ്ഞാൽ ഓക്കെ, മാതൃഭാഷയിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗത മനസ്സിലാവും അല്ലെ, ആഴത്തിലങ്ങ് പതിയും നമുക്ക് അല്ലേ. ഓക്കെ, അങ്ങനെയാ പറഞ്ഞത്. കൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്ന് താൻ കേൾക്കവേണം. ഓക്കെ, ഹൃദ് വക്രം എന്ന് പറഞ്ഞാൽ എന്താ? വക്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഖം അല്ലെ, മുഖം. ഓക്കെ, അപ്പൊ വക്രത്തിൽ നിന്നു താൻ കേൾക്കവേണം. ഹൃദ്യം സ്വഭാഷ താൻ ശീകരമോരോന്നും മുൾത്തേനായി ചേരുന്നു ചിത്തതരിൽ. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിത്തം, മനസ്സ് അല്ലേ. ഓക്കെ, അപ്പോ ഹൃദ്യം സ്വഭാഷതാൻ ശീകരം. ശീകരം എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളിയാണ്, മഴത്തുള്ളി അല്ലേ, ചാറ്റൽ മഴ എന്നാ അർത്ഥം വരുന്നത് ശീകരം. അപ്പോ ഹൃദ്യം സ്വഭാഷതാൻ ശീകരം ഓരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അതുപോലെ ആദ്യത്തെ വരികൾ എന്നാ പറഞ്ഞ? ഏത് വേദവും ശാസ്ത്രവും കവിതയും ഒക്കെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? സ്വന്തം ഭാഷയുള്ള വാക്കുകൾ തിരക്കാക്കണം അല്ലെ. അതുപോലെ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ തേനായി, അതായത് മഴത്തുള്ളിയായി ചേരുകയും മറ്റുള്ള പുറത്തേക്ക് വരുന്ന തൂമുത്തുകളും മാത്രമാണെന്നാ പറയുന്നത് ലാസ്റ്റ്. അപ്പോ അന്യബിന്ദുക്കള് തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ഞാൻ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ മാതൃഭാഷയുടെ മഹത്വത്തെയാണ് എന്റെ ഭാഷ എന്ന കവിതയിൽ വള്ളത്തോൾ വിവരിക്കുന്നത് അല്ലെ, കവി വിവരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാതൃഭാഷ എങ്ങനെയാണെന്നാ പറഞ്ഞേ? ഒന്നുകൂടി പറയാണേ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. നമുക്ക് ഇതിന്റെ ഒരു ആദ്യത്തെ 8 ലൈൻ പഠിക്കാനുണ്ട് കേട്ടോ, ബൈഹാർട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ദിവസവും പാടുമ്പോൾ തന്നെ നല്ല ബൈഹാർട്ടാവും, നല്ല പോയാണ് കേട്ടോ. വേഗം നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന ഒരു കവിതയാണ്. ഓക്കെ, എഡ്വിൻ എന്തു പറ്റി? ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. മിസ് ഈ പാട്ടൊന്ന് വാട്സാപ്പിൽ ഇട്ട് തരുമോ? ഇട്ടുതരാം കേട്ടോ. ഓക്കെ, ബുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ എന്നിട്ടാണ് വാട്സാപ്പിൽ ഇടാൻ ചെയ്തത്. നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോ ബുക്ക് കിട്ടുമല്ലോ. നിങ്ങൾ പുതിയ ബുക്ക് വാങ്ങുമല്ലോ.
അപ്പൊ ഞാൻ ഇത് വേണമെങ്കിൽ ഇന്ന് ഇട്ട് തരാം കേട്ടോ. ഓ ഓഡിയോ 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 വേണ്ടേ? ഈ ഫോട്ടോ ഇട്ട് തന്നാ പോരെ? അപ്പൊ ഇതൊന്നുകൂടി പറയാം, പാടുവാണേ, പാടാൻ ശ്രമിക്കുവാണേ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷ താൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബിന്ദുക്കളോ തൻ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്നു തൂമുത്തുകൾ. അപ്പൊ ഈ പോയതിൽ 8 ലൈൻ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്, സമയം വരുന്നതാണ്. ഓക്കെ, അപ്പൊ വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയില് നമ്മൾ മാതൃഭാഷയുടെ മഹത്വത്തെ പറ്റി പഠിച്ചു അല്ലെ? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ ഇത് ഈ പാഠം? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ വായിൽ വരുന്ന അമ്മ എന്നുള്ള 2 അക്ഷരമാണെന്ന് പറഞ്ഞു. മാതൃഭാഷയിൽ കേൾക്കുമ്പോ എല്ലാവർക്കും ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയണമെങ്കിൽ തൻ സ്വഭാഷ താൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണമെന്നും പറഞ്ഞു അല്ലെ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലേ ഇത് മാതൃഭാഷയെ പറ്റി? അപ്പൊ എങ്ങനെയാ പറഞ്ഞത്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ. മറ്റുള്ള ഭാഷകൾ എന്താ? ധാത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞ മിസ്? വളർത്തമ്മ. വളർത്തമ്മയെ പോലെയാണ് അല്ലെ മറ്റുള്ള ഭാഷകൾ. അപ്പൊ നമ്മളൊരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണരുത്, ഇംഗ്ലീഷ് തന്നെ നല്ലപോലെ പഠിക്കണം കേട്ടോ. അപ്പൊ മലയാളത്തിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നാ പറഞ്ഞത് അല്ലെ മാതൃഭാഷക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് അതിനും ഉണ്ട് ചെറിയൊരു പ്രാധാന്യം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ സ്കൂളിൽ ഈ പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നല്ലപോലെ ക്ലിയർ ആയോ എല്ലാവർക്കും ഈ പദ്യം? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പാടുകയും ചെയ്യാം, പറഞ്ഞു തരുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് അത്രയും ക്ലാസ് തീരാറായി, 3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഏകദേശം ക്ലാസ് കഴിയാറായി കേട്ടോ. അപ്പൊ ഇതിന്റെ ബുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് അർത്ഥം എഴുതാം. ഇതിൽ തന്നെ അർത്ഥം ഉണ്ട്, ഇതിന്റെ ബാക്കില് ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം അത് കഴിഞ്ഞ് എഴുതാം കേട്ടോ. നമുക്ക് ബുക്ക് കിട്ടട്ടെ. ഈ ആഴ്ച ഇപ്പം ബുക്ക് കൊടുക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്, അപ്പൊ ഈ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ബുക്ക് കിട്ടും കേട്ടോ. ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. പാട്ട് നല്ലപോലെ നല്ല സുഖമില്ലേ കേൾക്കാൻ? പാട്ട് നല്ല എളുപ്പമില്ലേ അല്ലേ? അപ്പൊ എന്റെ ഭാഷ എന്ന വള്ളത്തോളിന്റെ കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഏകദേശം ടൈം കഴിയാറായി. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ എല്ലാവർക്കും. അപ്പൊ ആദിത്യൻ ഇപ്പൊ വന്നതേ ഉള്ളൂ മോനെ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ആദിത്യൻ സുനിൽകുമാർ മോനെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ടീച്ചർ എന്റെ കട്ടാവാൻ പോവാന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ കട്ടാക്കലായി കഴിഞ്ഞില്ലേ? ഓക്കെ.